ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददान्ति सुपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगुणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगुणललिता शिवशाखान्वितं च ये कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्ता राधा कान्ता नमोस्तुते तप्त काञ्चन गौरांगी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदांत स्वामिनिति नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे। हरि ओम तत्सत। हरे कृष्ण। നമ്മുടെ ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് ചാപ്റ്റർ 11 ടെക്സ്റ്റ് 55 മത്കർമ്മ കൃന്മത്ത പരമോ മദ്ഭക്ത സംഘവർജിതഃ നിർവൈര സർവഭൂതേഷു യസമാം യേതി പാണ്ഡവ। നിഷമാതാജി പ്രഭു। हरे कृष्ण प्रभु जी। मत्कर्म कृन्मत्परो मद्भक्ता संकवर्जितः निर्वैर्य सर्वभूतेषु य समामेति पांडवा। हरे कृष्ण प्रभु। My dear Arjuna, he who engages in my pure devotional service, free from the contaminations of fruitive activities and mental speculations, he who works for me, who makes me the supreme goal of his life, and he who is friendly to every living being, he certainly comes to me. Very good. My dear Arjuna, he who engages in my pure devotional service, free from the contaminations of fruity activities and mental speculation, he who works for me, who makes me the supreme goal of his life, and who is friendly to every living being, he certainly comes to me. ഭഗവാനെ പ്രാപിക്കാനുള്ള ക്വാളിഫിക്കേഷനാണ് അർജുനോട് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. ആരാണോ ഭക്തിയുത സേവനത്തില് ശുദ്ധമായിട്ടുള്ള പ്യുവർ ഡിവോഷൻ സർവീസ്, നമ്മളെല്ലാം ഡിവോഷൻ സർവീസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് എത്ര കണ്ട് പ്യൂരിറ്റി ഉണ്ട് ഓരോരുത്തരും ഇൻട്രോസ്പെക്ട് ചെയ്യണം. ഓക്കെ, പലരും പല ലെവലിലായിരിക്കും, കനിഷ്ഠ, മധ്യമ, ഉത്തമ. ഓക്കെ, അപ്പോൾ നമ്മൾ എത്ര പെർസെൻറ്റേജ്, 1% ആണോ, 2% ആണോ, 5 ആണോ, 10 ആണോ, 100 ആണോ നമുക്കറിയില്ല. ഓരോരുത്തർക്കും അത് അവനവൻ തന്നെ തീരുമാനിക്കാം. ഞാൻ എത്ര കണ്ട് അഡ്വാൻസ് ആയിട്ടുണ്ട് നമ്മൾ ഇത് തുടങ്ങിയ ശേഷം. അപ്പൊ ആരാണോ ഭക്തിയുത സേവനത്തിൽ 100% പ്യുവർ ഡിവോഷൻ സർവീസ്, അവിടെ ഡിവോഷൻ സർവീസ് എന്നല്ല പറയുന്നത്, പ്യുവർ ഡിവോഷൻ സർവീസ്. മത് കർമ്മകൃത്, എൻഗേജ് ഇൻ ഡൂയിങ് മൈ വർക്ക്. എന്താണ് പറയുന്നത്? യെസ്, മത് ഭക്ത, എൻഗേജ് ഇൻ മൈ ഡിവോഷൻ സർവീസ്. സംഘ വർജിത, ഓക്കെ, ഫ്രീ ഫ്രം ദ കണ്ടാമിനേഷൻ ഓഫ് ഫ്രൂട്ടീവ് ആക്ടിവിറ്റി. കാരണം നമ്മൾ സാധാരണ മിക്ക ആൾക്കാരും നമ്മൾ കർമ്മം ചെയ്യുന്നത് എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടാണ്. അങ്ങനെ അത് തെറ്റല്ല, അതും നമ്മുടെ വേദങ്ങൾ പറഞ്ഞിരിക്കുന്ന ധർമാർത്ഥ കാമ മോക്ഷ. ധർമ്മം ചെയ്യുന്നത് അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട്, അർത്ഥം ചെയ്യുന്നത് സെൻസ് എൻജോയ്മെന്റും, സെൻസ് എൻജോയ്മെന്റ് കഴിഞ്ഞാൽ നമുക്ക് മുക്തിമാണ്. പക്ഷെ ശ്രീമദ് ഭാഗവതം അതല്ല പറയുന്നത്. ശാസ്ത്രങ്ങൾ, വേദങ്ങൾ അത് പറഞ്ഞാലും കൂടിയിട്ട് ശ്രീമദ് ഭാഗവതം 2ാമത്തെ ചാപ്റ്ററിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു, നമ്മൾ എന്ത് കർമ്മം ചെയ്യുന്നു അത് ഭഗവാനിലേക്ക് അടുക്കണം. അത് നമ്മുടെ സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ ആവാൻ പാടില്ല. ദ വർക്ക് ദാറ്റ് വി ആർ ഡൂയിങ് ഷുഡ് ലീഡ് us ടു ഡിവോഷണൽ സർവീസ്. നമ്മൾ ധർമ്മം ചെയ്യുന്ന അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ പറയുന്നത്, ആക്ച്വലി വേദങ്ങൾ പറയുന്നത്. ഓക്കെ, ഇവിടെ ശ്രീമദ് ഭാഗവതം പറയുന്നതല്ല. ധർമ്മം, നമ്മുടെ വർണ്ണാശ്രമ ധർമ്മം, ഒരു ധർമ്മം, പല ധർമ്മമുണ്ട്. നീതിധർമ്മം, പതിധർമ്മം, പത്നിധർമ്മം, രാജധർമ്മം, അങ്ങനെ ഒരുപാട് ധർമ്മമുണ്ട്. നമ്മള് എല്ലാവരും വർണ്ണാശ്രമ ധർമ്മം ചെയ്യേണ്ട ആൾക്കാരാണ്.
ഇപ്പൊ വർണ്ണാശ്രമ ധർമ്മം ഇല്ല, അതുകൊണ്ട് ദേവി വർണ്ണാശ്രമം, അതായത് ഡിവോഷണൽ സർവീസ്. അപ്പൊ ആ വർണ്ണാശ്രമ ധർമ്മം നമ്മളെ എന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ, ആ ധർമ്മം നമ്മൾ ആക്ച്വലി അർത്ഥത്തിന് വേണ്ടിയിട്ടാണ്. അതായത് അർത്ഥം എന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടി. അർത്ഥം എന്തിനാണ്? കാമം, സെൻസ് എൻജോയ്മെന്റ്. ഓക്കെ, അത് കഴിഞ്ഞാൽ ആ സെൻസ് എൻജോയ്മെന്റിൽ നമുക്ക് ടോട്ടലി അതിനൊരു വിരക്തി വന്നാൽ നമുക്ക് മുക്തി വേണം. പക്ഷെ ആ വിരക്തി വരില്ല, അവിടെ നമ്മൾ സ്റ്റക്കായി. 10 കിട്ടിയാൽ 100 വേണം, 100 കിട്ടിയാൽ 1000 വേണം, 1000 കിട്ടിയാൽ 10,000 വേണം. അങ്ങനെ നമ്മുടെ ഓരോ ആഗ്രഹങ്ങളും, ഇത് പൈസയെ പറ്റി, അങ്ങനെ ഓരോ സെൻസ് ഗ്രാറ്റിഫിക്കേഷനും നമ്മുടെ അങ്ങനെയാണ്. നമുക്ക് ഒന്ന് കിട്ടിയാൽ നമുക്ക് 100 വേണം. അങ്ങനെ നമ്മളുടെ അതിങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് ആഗ്രഹങ്ങൾ പോവുകയാണ്. ഒരിക്കലും നമുക്ക് തൃപ്തി വരുന്നില്ല, വളരെ വളരെ ദുർലഭമായിട്ട് തൃപ്തി വരുള്ളൂ. അപ്പൊ പ്യൂർ ഡിവോഷണൽ സർവീസ് ഫ്രീ ഫ്രം കണ്ടാമിനേഷൻ ഫ്രൂട്ടീവ് ആക്ടിവിറ്റീസ്. നമ്മുടെ ഫ്രൂട്ടീവ് ആക്ടിവിറ്റി, അതായത് നമ്മളുടെ ഫലം ഇച്ഛിച്ചിട്ടുള്ള ഒരു കർമ്മം ചെയ്യാൻ പാടില്ല. പിന്നെ മെന്റൽ സ്പെക്കുലേഷൻ. മെന്റൽ സ്പെക്കുലേഷൻ പറഞ്ഞാൽ അത് നമ്മളുടെ എന്താണ് ബുദ്ധി ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു തീരുമാനം. അതായത് ഭഗവാൻ എങ്ങനെയാണ്, ഭഗവാൻ അങ്ങനെയാണ്, വേദങ്ങൾ ഇന്ന കാര്യത്തിലാണ് അതിന്റെ അർത്ഥം പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിൽ നമ്മൾ വിശകലനം ചെയ്യണം. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മൾ ഒരു അതോറിറ്റിയെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ഗുരു, സാധു, ശാസ്ത്രം, ഇതിനെ നമ്മളുടെ ഇന്റലിജൻസ് യൂസ് ചെയ്യണം, ഡിസ്ക്രിമിനേറ്റീവ് പവർ യൂസ് ചെയ്യണം. അറ്റ് ദ സെയിം ടൈം വി ഷുഡ് അക്സെപ്റ്റ് ദ അതോറിറ്റി ആൾസോ. അപ്പൊ മെന്റൽ സ്പെക്കുലേഷൻ ഒഴിവാക്കണം. പിന്നെ ഭഗവാന് വേണ്ടി സേവിക്കണം. നമ്മളുടെ ഓരോ ദൗത്യങ്ങളും ഭഗവാന് വേണ്ടിയിട്ട് അത് നീക്കി വെക്കണം. ഈവൻ മെറ്റീരിയൽ ആക്ടിവിറ്റീസ്. ആൻഡ് ഹു മേക്സ് മീ ദ സുപ്രീം ഗോൾ ഓഫ് ലൈഫ്. ഭഗവാനായിരിക്കണം നമ്മുടെ ലക്ഷ്യം. കാരണം വെച്ചാൽ ഈ മനുഷ്യ ജന്മം കിട്ടിയത് ഭഗവാന്റെ ആ പാദകമലം അത് ആർജിക്കാൻ വേണ്ടിയിട്ടാണ്, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതല്ലാണ്ട് നമുക്ക് വലിയ ഭൗതിക ലോകത്തില് പേരും പ്രശസ്തിയും പണവും ഇതെല്ലാം സമ്പാദിക്കണം എന്നുള്ള ആ ഒരു ലക്ഷ്യമായിരിക്കരുത്. അത് സമ്പാദിച്ചോളൂ, അതിന് തെറ്റൊന്നുമില്ല. പക്ഷെ അതിന്റെ അൾട്ടിമേറ്റ് എയിം, ഗോൾ എന്തായിരിക്കണം? ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കണം, ഭഗവാനെ പ്രാപിക്കാൻ വേണ്ടിയായിരിക്കണം. ആ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ടായിരിക്കണം നമ്മൾ അതെല്ലാം ചെയ്യുന്നത്. സോ ഹു മേക്സ് മീ ദ സുപ്രീം ഗോൾ ഓഫ് ഹിസ് ലൈഫ് ആൻഡ് ഹു ഇസ് ഫ്രണ്ട്ലി ടു എവറി ലിവിംഗ് ബീയിങ്. മനുഷ്യരാശിക്ക് മാത്രം പോരാ, എല്ലാ ജീവജാലങ്ങളോടും നമ്മൾ ആ ഒരു സുഹൃത്ത് ബന്ധം നമ്മൾ സ്ഥാപിക്കണം. അങ്ങനത്തെ ഒരുവൻ certainly comes to me എന്ന് പറയുന്നത്. അപ്പൊ ഇത് അത്ര ഈസി അല്ല അല്ലേ? ഇതെല്ലാം നമ്മള് കംപ്ലീറ്റ്ലി ഫോളോ ചെയ്താൽ മാത്രമേ. He who engages in my pure devotional service, free from the contamination of fruity activities and mental speculation, he who works for me, who makes me the supreme goal of life, and who is friendly to every living being, he certainly comes to me. അദ്ദേഹമാണ് ആ പ്യുവർ കോൺഷ്യസ്നസ്, ആ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നസ് എത്തുന്നത്. വൃന്ദാവനത്തെ ബ്രജവാസീസ് ആക്ച്വലി ഓക്കെ, ഭഗവാൻ ഉള്ള സമയത്ത്, ഭഗവാൻ ദ്വാപരയുഗത്തിൽ വന്ന സമയത്ത് എല്ലാ ബ്രജവാസികളും ഓക്കെ തന്നെക്കാട്ടിലും കൂടുതൽ സ്നേഹിച്ചിരുന്നു കൃഷ്ണനെ. ഓക്കെ, സ്വന്തം മക്കളെക്കാട്ടിലും കൂടുതൽ കൃഷ്ണനെ സ്നേഹിച്ചിരുന്നു അല്ലേ? നമുക്കറിയാം എല്ലാ ഗോപികമാരും തന്റെ സ്വന്തം മക്കളെ ഇഷ്ടപ്പെടുന്നേക്കാളും കൂടുതൽ കൃഷ്ണനെ സ്നേഹിച്ചിരുന്നു. അവർക്കറിയില്ല, ഭഗവാനാണെന്ന് അറിയില്ല, പക്ഷെ എന്തോ ആ ഭഗവാനോടുള്ള ഒരു ഇത്. സാധാരണ നമ്മുടെ ഭൗതിക ലോകത്തില് ഒരാളെ ഏറ്റവും കൂടുതൽ ആരെയാണ് സ്നേഹിക്കുന്നത്? അവനവനെ തന്നെ. സുഖദേവ പരീക്ഷിത് മഹാരാജ് ചോദിക്കുന്നുണ്ട് സുഖദേവ് ഗോസ്വാമിയുടെ. ഓക്കെ, പിന്നെ എങ്ങനെയാണ്? അതായത് നമ്മളെല്ലാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അവനവനെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടേതായിട്ട് വിചാരിക്കുന്ന ഭാര്യയെ, ഭർത്താവിനെ, കുട്ടികളെ, നമ്മളുടെ ഫ്രണ്ട്സിനെ, സൊസൈറ്റിയെ, രാഷ്ട്രത്തിനെ, അങ്ങനെ അത് ലിമിറ്റഡ്, അൺലിമിറ്റഡ് ആയി പോകുന്നു. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് വൃന്ദാവനത്തിലെ വ്രജവാസികളെ ഏറ്റവും കൂടുതൽ കൃഷ്ണനെ സ്നേഹിക്കാൻ കാരണം ചോദിക്കുകയാണ്. അപ്പോ സുഖദേവ് ഗോസ്വാമി പറയാണ്, അതായത് വൃന്ദാവനത്തിലെ ആ ആൾക്കാരുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞാൽ പ്യുവർ സ്റ്റേറ്റ് ഓഫ് കൃഷ്ണ കോൺഷ്യസ് ആണ് അവർ. ടോട്ടലി പ്യുവർ സ്റ്റേറ്റ് ഓഫ് കൃഷ്ണ കോൺഷ്യസ് ആണ്. നമ്മളുടെ കണ്ടീഷൻ സ്റ്റേറ്റ് ആണ്. കാരണം അപ്പോ ഒരു സ്പിരിച്വൽ ആധ്യാത്മിക ലോകത്തില് എങ്ങനെയാന്ന് വെച്ചാൽ എല്ലാ ജീവജാലങ്ങളും, എല്ലാ ജീവാത്മാക്കളും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആരെയാണ്? ഭഗവാനെയാണ്.
അവിടെ അവനവനല്ല, എന്നിട്ടേ ബാക്കി വരുള്ളൂ ഏറ്റവും കൂടുതൽ. അപ്പൊ അതേ ഇതാണ് ഇവിടെ ഭൗമ്യ വൃന്ദാവനത്തിൽ നടക്കുന്നത്. അവനവനെക്കാട്ടിലും കൂടുതൽ കൃഷ്ണനെയാണ്. കാരണം വെച്ചാൽ അവര് പ്യുവർ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്സിനാണ്. കാരണം എല്ലാം ഭഗവാനാണ്. ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഭഗവാന്റെ ആ ഒരു കൃപയില്ലെങ്കിൽ നടക്കില്ല. അപ്പൊ അത് അവർക്ക് വളരെ നന്നായിട്ട് അറിയാം. അപ്പൊ ഈ 3 ഗുണങ്ങളിലും അകപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരല്ല, അവര് ശുദ്ധ സാത്വിക് സ്റ്റേജിൽ പെടുന്ന ആൾക്കാരാണ് ഭഗവാൻ ഉള്ള സമയത്ത് എല്ലാവരും. അപ്പൊ അതുകൊണ്ടാണ് അവനവനെക്കാട്ടിലും കൂടുതൽ ഭഗവാനെ സ്നേഹിക്കും. അതുകൊണ്ടാണല്ലോ ഗോപികമാരും കൂടിയിട്ട്, ഗോപിക എന്ന് പറഞ്ഞാൽ ഏറ്റവും ശുദ്ധമായിട്ടുള്ള ഭക്തരാണ്. അതേപോലെ ഗോപന്മാരും അവനവനേക്കാളും കൂടുതൽ. കാരണം ആ രാവിലെ ആവാൻ കാത്തു നിൽക്കുകയാണ് എല്ലാ ഗോപന്മാരും ഭഗവാന്റെ ആ അസോസിയേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. വൈകുന്നേരം ആവാൻ കാത്തു നിൽക്കുകയാണ് ഗോപികമാര്. കാരണം രാവിലെ അവര് ഭഗവാൻ പോവും, കാട്ടിലേക്ക് പോവും, കന്നുമയ്ക്കാൻ പോവും. അപ്പൊ എല്ലാ ഗോപന്മാരും കൂടെ പോവും. ഓക്കെ, അപ്പൊ ഗോപികമാർക്ക് യാതൊരു വഴിയില്ല, ഭഗവാനെ കാണാൻ പറ്റില്ല. വൈകുന്നേരം അവൻ കാത്തു നിൽക്കുകയാണ് ഗോപികമാർ. അപ്പോ ഓരോ നിമിഷം എപ്പോഴും ഭഗവാനെ ഓർത്ത് ജീവിക്കുന്ന ആൾക്കാരാണ് ബ്രജവാസികൾ. അതുകൊണ്ടാണ് ആ പ്യുവർ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് ഉണ്ടാവുന്നത്. അവനവനെക്കാട്ടിലും സാധാരണ ഭൗതിക ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അവനവനാണ്. അപ്പൊ അതിനേക്കാട്ടിലും കൂടുതൽ ഭഗവാനെ സ്നേഹിക്കുന്നതെന്ന് പറയുന്നത് അത് പ്യുവർ മോഡ് ഓഫ് ഗുഡ്നെസ്സിനാണ്. അപ്പൊ അങ്ങനെ ആ ഭഗവാനെ നമ്മുടെ സുപ്രീം ഗോൾ ഓഫ് ലൈഫ് ആക്കണം. ഓക്കെ, പിന്നെ എല്ലാ ജീവജാലങ്ങളും എല്ലാ ജീവാത്മാക്കൾക്കും നമ്മുടെ സുഹൃത്ത് ബന്ധം, ഒരിക്കലും ഒരാളെ താഴ്ത്തിപ്പറിയ അല്ലെങ്കിൽ അവരോട് ദ്വേഷം തോന്നുന്ന എന്തെങ്കിലും കാര്യത്തിൽ തോന്നാൻ പാടില്ല. അവർക്ക് നല്ലത്, നമ്മൾ ചെയ്യുന്ന എന്ത് പ്രവൃത്തിയും അവർക്ക് നല്ലതേ വരാൻ പാടുള്ളൂ. അപ്പൊ അങ്ങനെ ആ ഒരു മനോഭാവം വെക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ, ഒരു ഡിവോട്ടിക്ക്, പ്യുവർ ഡിവോട്ടിക്ക് മാത്രമേ certainly അദ്ദേഹം തീർച്ചയായിട്ടും എൻ്റെ പക്കൽ വരും എന്നാ പറയുന്നത്. എന്താണ് പറയുന്നത്? anyone who wants to approach the supreme of all the personalities of God, supreme of all the personalities of Godhead on the Krishna Loka planet in the spiritual sky and be intimately connected with the supreme personality Krishna must take this formula as stated by the supreme himself. ഈ ഫോർമുല നമ്മൾ follow ചെയ്യണം. Therefore, this verse is considered to be the essence of Bhagavad Gita. The Bhagavad Gita is a book directed to the conditioned souls who are engaged in the material world with the purpose of lording it over nature and who do not know the real spiritual life. അപ്പൊ നമ്മളെല്ലാം ഈ ഭൗതിക ലോകത്തിലെ ജീവിതം എന്തിനാണ്, നമ്മൾ എന്തിനാണ് അവിടെ ജനിച്ചത്, നമ്മളുടെ ദൗത്യം എന്താണ്, നമ്മുടെ ലക്ഷ്യം എന്താണ്, ഇതൊന്നും അറിയാതെ ജീവിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഭഗവത്ഗീത ഭഗവാൻ അർജുന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഭഗവാൻ അർജുനെ ഒരു നിമിത്തം മാത്രമാക്കിയിട്ട്, ഒരു ട്രാൻസ്മീഡിയ ആക്കിയിട്ട് നമുക്ക് ഈ ഉപദേശങ്ങൾ തരാണ്. So the Bhagavad Gita is meant to show how one can understand his spiritual existence and his eternal relationship with the supreme spiritual personality, and to teach one how to go back home, back to Godhead. Now, here is a verse which clearly explains the process by which one can attain success in his spiritual activity, devotional service. So, ഈ ശ്ലോകത്തിന് നമുക്ക് ആ ഫോർമുല, ഓക്കെ, എങ്ങനെ ഭഗവാന്റെ ആ പരംധാമിലേക്ക് നമുക്ക് പോകാൻ പറ്റും, എന്താണ് അതിന് വേണ്ടുന്ന പ്രോസസ്സ്, അതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത്. So as far as work is concerned, one should transfer his energy entirely to Krishna conscious activities as stated in the Bhakti Rasamrita Sindhu. എന്താണ്? അനാസക്തസ്യ വിഷയാൻ യഥാർത്ഥം ഉപയുജ്യത നിർബന്ധേ കൃഷ്ണ സംബന്ധേ യുക്തം വൈരാഗ്യം ഉച്ചത്. എന്താണ് യുക്ത വൈരാഗ്യം എന്നാണ്. എന്താണ് യുക്ത വൈരാഗ്യം? No work should be done by any man except in relationship to Krishna. എന്ത് കാര്യം ചെയ്യണം അവിടെ ഭഗവാനെ മധ്യേ നിർത്തിക്കൊണ്ട് ചെയ്യണം, ഭഗവാന് വേണ്ടി ചെയ്യണം. ഈവൻ നമുക്ക് വേണ്ടി ഉള്ള ഭൗതിക കാര്യങ്ങളിൽ ഏർപ്പെട്ടാൽ കൂടി ഭഗവാൻ അതിലുണ്ടായിരിക്കണം. കാരണം നമ്മള് ഡിപ്പെൻഡന്റ് ആണ്, ടോട്ടലി ഡിപ്പെൻഡന്റ് ആണ് ഭഗവാൻ. നമ്മൾ ഒരിക്കലും ഇൻഡിപെൻഡന്റ് അല്ല. ഏതെങ്കിലും ഏരിയയിൽ നമ്മൾ ഇൻഡിപെൻഡന്റ് ആണോ? ഏതെങ്കിലും ഒരു ഏരിയയിൽ നമ്മൾ ഇൻഡിപെൻഡന്റ് ആണോ? 100% ഇൻഡിപെൻഡന്റ് ആണോ നമ്മൾ ഏതെങ്കിലും ഒരു ഏരിയയിൽ? എനിക്ക് തോന്നുന്നു 1% ഇൻഡിപെൻഡന്റ് അല്ലെന്നാണ്.
അല്ല നമ്മുടെ 100%. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ലോ കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഒരു പേഴ്സണ് കൂടി നമ്മുടെ ഇൻഡിപെൻഡന്റ്, നമ്മുടെ ടോട്ടലി ഡിപെൻഡന്റ് ഓൺ കൃഷ്ണ. അപ്പൊ ഇത് നമുക്ക് മനസ്സിലാവണം. പക്ഷെ നമ്മൾ അത് മറന്നിട്ട് ഞാൻ തന്നെയാണ് എല്ലാം, ഓക്കെ, ഞാനാണ് കൺട്രോളർ, ഞാനാണ് ഡൂവർ, ഞാനാണ് പ്രൊപ്പറേറ്റർ, ഞാനാണ് അതിന്റെ ഓണർ, ഇങ്ങനെ ഞാനതിന്റെ മാസ്റ്റർ, ഇങ്ങനെ നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സ് നമ്മുടെ തലച്ചോറിന് ഫീഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ 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 ഒരിക്കലുമല്ല. അപ്പൊ ഭഗവാനാണ് ഇതിന്റെ, ഭഗവാനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കണം. അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും ഓരോ കാര്യങ്ങളും അനാസക്തസ്യ, ഒരു യാതൊരു അറ്റാച്ച്മെന്റും, അതായത് ആ ഒരു അതിന്റെ ഫലത്തിന്റെ അറ്റാച്ച്മെന്റ് ഭഗവാന് വേണ്ടി ചെയ്യണം. One may be engaged in various activities, but one should not be attached to the result of his work. നമ്മൾ നമ്മളുടെ കടമ ചെയ്യണം. നമ്മൾ വർണ്ണാശ്രമം, അപ്പൊ വർണ്ണാശ്രമം ഏത് വർണ്ണത്തിലാണെന്ന് വെച്ചാൽ ആ വർണ്ണത്തിലുള്ള ആ കടമ ചെയ്യണം. ഏത് ആശ്രമത്തിലാ വെച്ചാൽ ആ ആശ്രമത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണം. ബാക്കി റിസൾട്ട് നമ്മുടെ അല്ല. അപ്പൊ എല്ലാം ഭഗവാന് വേണ്ടി ചെയ്യുന്ന പോലെ ചെയ്യണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ, one may be engaged in business, but to transform that activity into Krishna consciousness, one has to do business for Krishna. If Krishna is a proprietor of the business, then Krishna should enjoy the profit of the business. If a businessman is in possession of thousands and thousands of dollars, and if he has to offer all this to Krishna, he can do it. This is work for Krishna. Instead of constructing a big building for his sense gratification, he can construct a nice temple for Krishna, and he can install the deity of Krishna and arrange for the deity service as is outlined in the authorized books of devotional service. വൃന്ദാവനത്തിലെ ഷഡ് ഗോസ്വാമിമാര് അവരെന്താണ് ചെയ്തത്? ഇഷ്ടം പോലെ അവർക്ക് അവർക്ക് വേണമെങ്കിൽ, എസ്പെഷ്യലി രൂപ സനാതന ഗോസ്വാമി, അവര് നവാബ് ഹുസൈൻ ഷായുടെ രാജ്യത്തില് പ്രൈം മിനിസ്റ്ററും ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു. എല്ലാം ഓപ്പൺ ലൈഫ്, വളരെ സിൻസിയർ ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയിരുന്നു. അതുകൊണ്ട് നവാബ് ഹുസൈൻ ഷാ പാലഷ്യൽ ഹൗസ്, ഓക്കെ, സെർവൻസ്, എന്തു വേണം എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം വിട്ടിട്ടാണ് മെൻഡിക്കൻ്റ് ആയിട്ട് ചൈന മാപ്പിയുടെ കൂടെ പോയത്. അപ്പൊ അവർക്ക് മനസ്സിലായി ഇതെല്ലാം ടെമ്പററി ആണ്, ഇതെല്ലാം ഇത് അവർക്ക് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ ജീവിക്കായിരുന്നു. എല്ലാ പേര്, പ്രശസ്തി, പണം എല്ലാം ഉണ്ട്, എന്തും ഇല്ല അവര്. അതെല്ലാം വിട്ടെറിഞ്ഞിട്ടാണ് അവർ പോയത്. എന്നിട്ട് ഓരോ ദിവസം ഓരോ മരത്തിന്റെ കീഴിലാണ് അവർ താമസിക്കുക. സെയിം മരത്തിന്റെ കീഴിൽ താഴെ രണ്ടാമത്തെ ദിവസം താമസിക്കില്ല. അത്രയും അറ്റാച്ച്മെന്റ് പാടില്ല എന്ന് വെച്ചിട്ടാണ്. എന്തുകൊണ്ടാണ്? നമുക്ക് മറ്റുള്ളവർക്കും കൂടി ഒരു പാഠമാക്കി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ അവർക്ക് കിട്ടുന്ന പൈസ, എന്തെങ്കിലും ദാനം, അവർക്ക് ഭിക്ഷ കിട്ടുകയാണെങ്കിൽ, അപ്പോ പൈസ ഒരുപാട് കിട്ടുകയാണെങ്കിൽ അവരെന്താ ചെയ്യുക? ആ പൈസ കൊണ്ട് അവർക്ക് ഒരു വീടുണ്ടാക്കുമോ? ഇല്ല. അവര് മദൻ മോഹനും ഗോവിന്ദ്ജിക്കും ഗോപിനാഥനും ഒക്കെ വലിയ വലിയ ടെമ്പിൾസ് ഉണ്ടാക്കി. നമുക്ക് പൈസ കിട്ടിയാൽ എന്താ ചെയ്യുക? നമുക്ക് ഒരു ലോട്ടറി അടിക്കുക വിചാരിക്കുക, ഫോർ എക്സാമ്പിൾ, ഒരു 1 million dirhams. നമ്മൾ എന്താ ചെയ്യുക സാധാരണ? എന്താണ് ചെയ്യുക? എനിക്ക് ലോട്ടറി അടിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാ, കുറെ കാശ് ഞാൻ എന്റെ അക്കൗണ്ടിൽ സൂക്ഷിക്കും. കുറെ എന്റെ റിലേറ്റീവ്സില് പാവങ്ങളായിട്ടുള്ളവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. കുറെ എന്റെ നെയ്ബേഴ്സ് കഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഒരു പോർഷൻ കൊടുക്കും. പിന്നെ ഒരു പോർഷൻ ഭഗവാന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും, എന്റെ വീട്ടിൽ തന്നെ ആൾക്കാരൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്യാൻ നോക്കും. പിന്നെ ഏതെങ്കിലും ടെമ്പിൾസിൽ എന്ന് വെച്ചാൽ കഷ്ടതയുള്ള ടെമ്പിൾസ് ഉണ്ടല്ലോ, അധികം കാശ് വരാത്ത ടെമ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ചെയ്യും ആ ടെമ്പിൾസിന്റെ നടത്തിപ്പിന് വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ ഒരുപാട് വരവുള്ളിടത്ത് നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. വരവില്ലാത്ത ടെമ്പിൾസ് ഒക്കെ കാണൂലേ, അങ്ങനെയൊക്കെ ഉള്ളിടത്ത്. ഇതാണ് സാധാരണ നമ്മളെല്ലാം ഇപ്പോഴത്തെ ഈ സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം. ഇതിന് മുമ്പാണെങ്കിൽ ഇതും ചെയ്യില്ല. അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും മാതാജി പറഞ്ഞ പോലെ പാവങ്ങൾക്കും സോഷ്യൽ ആക്ടിവിറ്റീസും ടെമ്പിളിനും കൊടുക്കും. പക്ഷെ ഇവിടെ ഷഡ് ഗോസ്വാമിമാര് അങ്ങനത്തെ സെയിൻലി പേഴ്സണാലിറ്റീസ് എന്താണ് ചെയ്യുന്നത്? അവർ ബാങ്ക് അക്കൗണ്ടിൽ തിട്ടോ? ഇല്ല. അവരുടെ എവിടെയാണ് ഹയർ ഇൻട്രസ്റ്റ് കിട്ടുന്നത് അവിടെ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്തോ? ഇല്ല. അവരെന്ന് പറയുമ്പോ സർവസംഘ പരിത്യാഗികളല്ലേ പ്രഭു. അപ്പൊ അവര് അതാണ് ഭഗവാൻ പറയുന്നത്. ഇവിടെ കൃഷ്ണൻ ഭഗവാൻ പറയുന്നത് അങ്ങനത്തെ ഒരു സ്റ്റേറ്റിൽ നമ്മൾ വരണം എന്നാണ് പറയുന്നത്.
ഭഗവാന് വേണ്ടി ചെയ്യുക. ഇതിപ്പോ നമ്മള് എന്റെ സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ, ഞാൻ ഇത്ര ആൾക്കാർക്ക് കൊടുത്തു, എന്റെ അച്ഛന് കൊടുത്തു, ആ മാവന് കൊടുത്തു, അടുത്തുള്ള നൈബേഴ്സിന് കൊടുത്തു, ടെമ്പിളിന് കൊടുത്തു, അല്ലെങ്കിൽ ഹോസ്പിറ്റലിന് കൊടുത്തു. അത് എന്റെ സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ ആണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. മനസ്സിലാക്കി, ചെയ്യുന്ന കാര്യം നല്ല തന്നെ, ഞാൻ ചെയ്യുന്ന കാര്യം നല്ല തന്നെ, എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യം ഞാൻ ചെയ്യുന്നത് അങ്ങനെ ഇരിക്കാം. ഓക്കെ, എന്റെ വേണ്ടപ്പെട്ട ഇമ്മീഡിയറ്റ് ഫാമിലി സെക്ഷൻ. അവിടെ ഒരു ഡൗട്ട് വരുന്നുണ്ട്. ഇത് പറയുന്നില്ലേ, എന്താണ് വൈഷ്ണവൻ എപ്പോഴും പരദുഃഖ ദുഃഖിയാണെന്ന് പറയുന്നില്ലേ? അപ്പോ നമുക്ക് ദുഃഖം അനുഭവിക്കുന്നവരെ എന്താണ് ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു ബാധ്യത കൂടി ഇല്ലേ പ്രഭു? പരസ്പരം തുണയായി നിന്നുകൊണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ അതേസമയം നമ്മൾ കൂടി ഓർക്കേണ്ടത് ബെസ്റ്റ് വെൽഫെയർ ആക്ടിവിറ്റി എന്താണെന്ന് ചൈതന്യ മഹാപ്രഭു നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതെല്ലാം ജീവകാരുണ്യ പ്രവർത്തനമാണ്, നല്ല പയസ് ആക്ടിവിറ്റീസ് ആണ്, 100%, നോ ഡൗട്ട്. പക്ഷെ അതിനും മീതെയാണ് ഒരു ആളെ കൃഷ്ണ കോൺഷ്യസ് ആക്കിയിട്ട് മാറ്റുന്നത്. ഒരാളെ ഇപ്പൊ 1 മില്യണിൽ ഒരാളെ, 1 മില്യൺ ആൾക്ക് നമ്മൾ അറിയെങ്കിൽ അതിൽ ഒരാളെ നമ്മൾ കൃഷ്ണ കോൺഷ്യസ് ആക്കിയാൽ ആ സോള്, ആ കണ്ടീഷൻ സോള് ഇവിടുന്ന് രക്ഷപ്പെടും. ആ സോള് ചിലപ്പോ മില്യൺ ആൾക്കാരെ പരിവർത്തനം ചെയ്യും, ട്രാൻസ്ഫർ. ഫോർ എക്സാമ്പിൾ പ്രഭുപാദ്. ഓക്കെ, ഇപ്പൊ ഭക്തിസിദ്ധാന്ത സരസ്വതി ഗോസ്വാമി 64 മഠം സ്ഥാപിച്ചു. 64 മഠം സ്ഥാപിച്ചാൽ ഒരുപാട് നല്ല നല്ല ഡിസൈപ്പിൾസ് ഉണ്ടായിരുന്നു. ആ നല്ല നല്ല ഡിസൈപ്പിൾസിൽ ഏറ്റവും നമുക്ക് പറയപ്പെടുന്ന ഒരു ഡിസൈപ്പിളാണ് പ്രഭുപാദ്, അല്ലെ? ആ ഒരു പ്രഭുപാദ് ഒരു പ്യൂർ ഡിവോട്ടി ആയതുകൊണ്ട് മില്യൺസ് ഓഫ് പീപ്പിൾ ഗോട്ട് ബെനിഫിറ്റഡ്. അപ്പൊ അദ്ദേഹം ഹോസ്പിറ്റൽ ഉണ്ടാക്കിയില്ല, കോളേജസ് ഉണ്ടാക്കിയില്ല, സ്കൂൾ ഉണ്ടാക്കിയില്ല, അല്ലെങ്കിൽ വീടുണ്ടാക്കി കൊടുത്തില്ല, ഭക്ഷണം, വസ്ത്രം ദാനം, അതല്ല ചെയ്തത്. അപ്പൊ അദ്ദേഹം ചെയ്തത് സ്പിരിച്വൽ ഹോസ്പിറ്റൽസ് ഉണ്ടാക്കി. നമ്മളെ ബോഡിക്ക് വേണ്ടിയിട്ട് മെറ്റീരിയൽ ഹോസ്പിറ്റലിന് വേണ്ടി ഉണ്ടാക്കുന്നു. അതും വേണം, ബോഡി വേണം. പക്ഷെ അതിനെക്കാട്ടിലും ഉയർന്ന തലത്തിലാണ് ഈ ട്രീറ്റിംഗ് ദ മൈൻഡ് ആൻഡ് ദ സോൾ ദാൻ ദ ബോഡി. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ. നമ്മുടെ സമുദായത്തിൽ ഒരുപാട് സോഷ്യൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഹാറ്റ്സ് ഓഫ് ടു ദം, നോ ഡൗട്ട്. പക്ഷെ അതിലും ഉയർന്നാണ് എന്താണ് വെൽഫെയർ ആക്ടിവിറ്റി. ചൈതന്യ മഹാപ്രഭു പറയുന്നത് ടു ഗീവ് സെർമൺ, to give Krishna consciousness that will deliver them permanently. മറ്റത് ടെമ്പറലി നമുക്കൊരു സുഖ സൗകര്യങ്ങൾ ഉണ്ടാക്കി തരുന്നു, നമ്മുടെ ശരീരത്തിന് നമുക്ക് റൊട്ടി കപ്പട മക്കാൻ തരുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ പെർമനന്റ് ആയിട്ട് നമുക്കൊരു സൊല്യൂഷൻ തരുന്നത് ഈ സ്പിരിച്വൽ വെൽഫെയർ ആക്ടിവിറ്റിയാണ്. അപ്പൊ ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ അതാണ് ഹയസ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് വർക്ക് ഫോർ മീ വിൻ ഡിറ്റാച്ച്മെന്റ്. ഞാനല്ല ഇതിന്റെ ഡൂവർ, ഞാനല്ല ഇതിന്റെ പ്രൊപ്പറേറ്റർ എന്നുള്ള ആറ്റിറ്റ്യൂഡോടുകൂടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ദാറ്റ്സ് അൾട്ടിമേറ്റ്. ഓഫ് കോഴ്സ് നമ്മളെല്ലാം ആ ഒരു തലത്തിലേക്ക് പോകണം, അല്ലെങ്കിൽ നാളെ അതാണ് അൾട്ടിമേറ്റ്. പക്ഷെ നമ്മൾ സ്ലോലി ആൻഡ് ഗ്രാജുവലി വി ആർ ഇംപ്രൂവിങ്. അപ്പൊ ഈ മാതാജി പറഞ്ഞ പോലെ ആ ഒരു മനോഭാവം ഇപ്പൊ വന്നു. ഇതിനു മുമ്പേ കൃഷ്ണ കോൺഷ്യസിൽ വരുന്നതിന് മുമ്പേ ചിലപ്പോൾ ഈ ഒരു ഐഡിയ നമുക്ക് വരില്ല. നമ്മൾ മാക്സിമം ഞാൻ എന്റെ കാര്യം പറയാം, ഇതിൽ വരുന്നതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്യാം, മാക്സിമം ഇതിനെ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാൻ നോക്കാം. കോമ്പറ്റീഷൻ ചെയ്യും. എൻ്റെ 1 മില്യൺ ധനമുണ്ട്, എനിക്ക് അതിനെ 2 മില്യൺ ആക്കാൻ പറ്റും. അപ്പോ ആ ലെവലിലുള്ള ആൾക്കാരായിട്ട് കോമ്പീറ്റ് ചെയ്തിട്ട് ഞാൻ വീണ്ടും പൈസക്കാരനാവാൻ ശ്രമിക്കും. ഇതിൽ വരുന്നതിന് മുമ്പ്. ഇപ്പൊ വന്ന ശേഷം മാതാജി പറഞ്ഞ പോലെ നമ്മുടെ ഒരു സേഫ് ഗാർഡ് ചെയ്തിട്ട് കുറച്ച് എമൗണ്ട് പിന്നെ ബാക്കിയുള്ളവർക്കും ടെമ്പിളിനോ അങ്ങനെ ചെയ്യാമായിരിക്കും. പക്ഷെ അതല്ല ഇവിടെ പറയുന്നത്. ഭഗവാൻ പറയുന്നത് യു വർക്ക് ഫോർ മീ ആൻഡ് വാട്ട് എവർ യു ആർ ഡൂയിങ് യു കീപ് മീ ഇൻ സെന്റർ and for my benefit, for my satisfaction. പരോധർമ്മം എന്താണ് ഭാഗവതത്തിൽ പറയുന്നത്? സവൈ പുംസാം പരോധർമ്മോ യഥോ ഭക്തിർ അധോക്ഷജേ അഹൈതുകി അപ്രതീയത യയാത്മാസു പ്രസിദ്ധി. അതാണ് പരോപതം. മറ്റൊരുപാട് ധർമ്മങ്ങളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ വർണ്ണാശ്രമ ധർമ്മമുണ്ട്, പതിധർമ്മം, പത്നിധർമ്മം, രാജധർമ്മം, ഈ ധർമ്മം, ആ ധർമ്മം ഒരുപാടുണ്ട്. പക്ഷെ ഏറ്റവും സുപ്രീം ഒക്യുപ്പേഷൻ ഇതാണ് ഭക്തി. അപ്പൊ ഇവിടെയും ഇതന്നെ പറയുന്നത് യുക്തം വൈരാഗ്യ ഉച്ചത് ഉണ്ട്. അനാസക്തസ്യ വിഷയാൻ യഥാർഹം ഉപയുഞ്ചത നിർബന്ധേ കൃഷ്ണ സംബന്ധി. നിർബന്ധേ കൃഷ്ണ സംബന്ധി. വാട്ട് എവർ വി ആർ ഡൂയിങ് ഇറ്റ് ഷുഡ് ബി റിലേറ്റഡ് ടു കൃഷ്ണ ഫോർ ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് കൃഷ്ണ എന്നാണ് പറയുന്നത്. അപ്പൊ ആ തലത്തിലേക്ക് വരണം. അപ്പൊ പർപ്പോട്ടിലും ഇതന്നെ പറയുന്നത്. This is work for Krishna. Instead of constructing a big temple for his sense gratification, big building for his sense gratification, he can construct a nice temple for Krishna. കാരണം അങ്ങനെ ഒരു ടെമ്പിൾ കൺസ്ട്രക്ട് ചെയ്താൽ 1000 കണക്കിന് ആൾക്കാർക്ക് അത് ഗുണം
പ്രഥമമാവും. ഒരു നമുക്ക് വേണ്ടി നമ്മൾ ബിൽഡിംഗ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് മാത്രം, നമ്മുടെ ഫാമിലി മാത്രം ഒരു സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ വേണ്ടി മാത്രമേ നടക്കുള്ളൂ. നേരെ മറിച്ച് നമ്മൾ ടെമ്പിൾ ഉണ്ടാക്കിയാൽ എത്രയോ ആൾക്കാർക്ക്, ഇപ്പൊ ടെമ്പിളിന്റെ ഒരു ചെറിയൊരു കുളം കുഴിച്ചാൽ മതി, എത്ര ആൾക്കാർക്ക് ഉപകാരപ്പെടും. അപ്പൊ അത് അങ്ങനെ യൂസ് ചെയ്യാനാണ് പറയുന്നത്. സോ ദിസ് ഈസ് all Krishna karma. Again, okay. And he can install the deity of Krishna and arrange for the deity's service as outlined in the authorized books of devotion. This is all Krishna karma. One should not be attached to the result of his work, but the result should be offered to Krishna, and one should accept as prasadam the remnants of offering to Krishna. Okay. For result, നമ്മൾ പ്രതീക്ഷിച്ചിട്ടായിരിക്കരുത്. ഓക്കെ, നമ്മൾ അതിനെ റെമനൻസ് ഭഗവാന്റെ ഒരു മേഴ്സി ആയിട്ട്, കൃപയായിട്ട് നമുക്ക് സ്വീകരിക്കാം. If one constructs a very big building for Krishna and installs the deity of Krishna, one is not prohibited from living there, but it is understood that the proprietor of the building is Krishna. നമ്മുടെ ഈ വീട്ടില് നമ്മുടെ ഇതിന്റെ പ്രൊപ്പറേറ്റർ നമ്മളല്ല, ഭഗവാനാണ്. ഭഗവാനാണ് ഇതിന്റെ സെന്റർ ഓഫ് അട്രാക്ഷൻ, സെന്റർ ഓഫ് അറ്റൻഷൻ. നമ്മളായിരിക്കരുത്. അപ്പൊ ഭഗവാന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യാം, ഭഗവാനെ മധ്യം നിർത്തിയിട്ട് ഭഗവാനും വേണ്ടി ചെയ്യാന്ന് പറയുന്നത്. അങ്ങനെ ആ കോൺഷ്യസ്നെസ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറണം. So that's called Krishna consciousness. If, however, one is not able to construct a temple for Krishna, one can engage himself in cleansing the temple of Krishna. That's also Krishna karma. അപ്പൊ അത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നമുക്ക് ദൗത്യം ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്താണ് പറയുന്നത്, അറ്റ്ലീസ്റ്റ് നമ്മൾ ഭഗവാന് വേണ്ടി സേവനം ചെയ്യാം. ക്ലെൻസിങ് ദ ടെമ്പിൾ. നമുക്ക് ടെമ്പിൾ ഉണ്ടാക്കാൻ പറ്റില്ല, അതിനുള്ള നമുക്ക് കരുത്തില്ല, അതിനുള്ള യോഗ്യത ഇല്ല, അതിനുള്ള പൈസ ഇല്ല. അപ്പൊ എന്താ ചെയ്യേണ്ടത്, അറ്റ്ലീസ്റ്റ് ഭഗവാന് സേവ ചെയ്യാം, ഫിസിക്കൽ സേവ ചെയ്യാം. ദാറ്റ്സ് ആൾസോ കൃഷ്ണ കർമ്മ. വൺ ക്യാൻ കൾട്ടിവേറ്റ് എ ഗാർഡൻ. ഓക്കെ, ഭഗവാന് വേണ്ടി ഒരു ഗാർഡൻ ഉണ്ടാക്കാം, ഒരുപാട് പുഷ്പങ്ങൾ അതിനുണ്ടാക്കിയിട്ട് മാല ഉണ്ടാക്കിയിട്ട് ഭഗവാന് ചാർത്താം. ഇതെല്ലാം ഡിവോഷണൽ സർവീസ് ആണ്. അപ്പൊ നമ്മളുടെ ഓരോരുത്തരുടെ കപ്പാസിറ്റി എന്താണ്, അതനുസരിച്ച് നമുക്ക് ഭഗവാനെ സേവിക്കാം. എനിവൺ ഹു ഹാസ് land in India, at least any poor man has a certain amount of land, can utilize that for Krishna by growing flowers to offer him. One can sow tulasi plants because tulasi leaves are very important, and Krishna has recommended this in Bhagavad Gita. Okay. Patram pushpam phalam toyam. Okay. Krishna decides that one offer him either a leaf or a flower or fruit or little water, and by such an offering he is satisfied. This leaf especially refers to the tulasi, so one can sow tulasi and pour water on the planet. Thus even the poorest man can engage in the service of Krishna. These are some of the examples of how one can engage in working with Krishna. South India ഒരു രാമാനുജ സമ്പ്രദായത്തില് രാമാനുജ ശ്രീ സമ്പ്രദായത്തില് ഒരു ഡിവോട്ടി ഉണ്ടായിരുന്നു. അദ്ദേഹം ടെമ്പിളിൽ പോയപ്പോ ഭാഗവത സപ്താഹം നടക്കുന്നു. ഭാഗവത സപ്താഹം നടക്കുന്ന സമയത്ത് അവിടെ പറയുന്നത് ഭഗവാന് സേവ ചെയ്യണം, എന്തെങ്കിലും സേവ ചെയ്യണം. അറ്റ്ലീസ്റ്റ് മാല ഉണ്ടാക്കിയിട്ട് ഭഗവാന് ഡെയിലി അർപ്പിക്കും. അപ്പോ ഈ ഡിവോട്ടി ആദ്യമായിട്ടാണ് ഭാഗവത സപ്താഹം, അതായത് ഭാഗവത കഥ കേൾക്കുന്നത്, ഹരികഥ കേൾക്കുന്നത്. അപ്പൊ ഈ പോയിന്റ് അദ്ദേഹം പിടിച്ചു. ഓക്കെ, എനിക്ക് ചെയ്യാൻ പറ്റുന്നത്, എൻ്റെ കയ്യിൽ വേറെ ഒന്നുമില്ല, എൻ്റെ കയ്യിൽ പൈസ, ഞാൻ അത്ര ധനികനൊന്നുമല്ല, അപ്പൊ അറ്റ്ലീസ്റ്റ് മാല, പുഷ്പം എവിടെന്നെങ്കിലും കിട്ടില്ല, അറ്റ്ലീസ്റ്റ് കുറച്ച് ഗാർഡൻ ഉണ്ടാക്കിയിട്ട് കുറച്ച് ഫ്ലവർ പ്ലാന്റ്സ് വെച്ചിട്ട് നമുക്ക് പുഷ്പം ഉണ്ടാക്കാം. അതിന് അപ്പൊ അങ്ങനെ മനസ്സിൽ ചിന്തിച്ചു, ഞാൻ ഇനി മുതൽക്ക് ഡെയിലി ഭഗവാന് ഒരു മാല അർപ്പിക്കുന്നുണ്ട് പ്രതിജ്ഞ എടുത്തു. അങ്ങനെ അദ്ദേഹം ആ ഒരു ഹരികഥയിൽ നിന്ന് കിട്ടിയ ആ ഒരു നല്ലൊരു ഉപദേശം അത് മനസ്സിൽ ഉൾക്കൊണ്ട് അന്ന് മുതൽക്ക് അദ്ദേഹം മാല ഉണ്ടാക്കിയിട്ട് ഭഗവാന് ചാർത്തി. ആ മാല ഉണ്ടാക്കി ചാർത്തി ആ വളരെ ലളിതമായിട്ട് ജീവിക്കുന്ന ഒരു ഡിവോട്ടി ആയിരുന്നു. ആ രാജ്യത്തിലെ രാജാവ് ഒരു നല്ലൊരു സ്പിരിച്വൽ മാസ്റ്റർ വേണം, തനിക്ക് ഒരു സ്പിരിച്വൽ മാസ്റ്റർ വേണം രാജാവിന് തോന്നി. അപ്പൊ രാജാവ് എല്ലാവരോടും പറഞ്ഞു, എനിക്ക് ഒരു സ്പിരിച്വൽ മാസ്റ്റർ വേണം. അപ്പൊ എല്ലാ സ്പിരിച്വൽ മാസ്റ്റേഴ്സിനെയും വിളിക്കാൻ പറഞ്ഞു, എല്ലാ നല്ല ഡിവോട്ടീസും എനിക്ക് സറണ്ടർ ചെയ്യണം, ഒരു സ്പിരിച്വൽ മാസ്റ്റർ, നല്ലൊരു ഗുരുവാണ്. അപ്പൊ ഈ ന്യൂസ് പറഞ്ഞപ്പോ ഇദ്ദേഹത്തിനും ഈ ന്യൂസ് കിട്ടി. ഇതിന്റെ പേര് ഞാൻ മറന്നു,
അദ്ദേഹത്തിന് ന്യൂസ് കിട്ടിയപ്പോ ഞാൻ ഒരു ദരിദ്രൻ, എൻ്റെ കയ്യിൽ പൈസ ഇല്ല, ഞാൻ എങ്ങനെ രാജാവിന്റെ ഒരു ഗുരു ആവുന്നത്? ഓക്കെ, അങ്ങനെ അദ്ദേഹം അതിന് പോയില്ല. ബാക്കി എല്ലാവരും കുറെ പണ്ഡിതന്മാര്, വളരെ നോളജ് ഉള്ള പണ്ഡിതന്മാര് എല്ലാം ഒരുങ്ങി സന്യാസ പകിടിയൊക്കെ ഇട്ട് വലിയ വലിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവർ പോയി. അപ്പോ വരദരാജ്, ഐ തിങ്ക് വരദരാജാണ്, വരദരാജ് സ്വാമി അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ എന്ന് പറഞ്ഞു, നീയും പോണം ആ രാജാവിന്റെ അടുത്തേക്ക്. അദ്ദേഹം വിളിച്ചിട്ടില്ലേ, നീയും പോകണം. അപ്പൊ ശരി, അങ്ങനെ സ്വപ്നത്തിൽ കണ്ടപ്പോൾ ഇദ്ദേഹം പോയി. അപ്പൊ എല്ലാവരും അപ്പൊ അവിടെ ടെസ്റ്റാണ്, ഓരോരുത്തരും അവരുടെ ആ കഴിവ്, താൻ രാജാവിന്റെ ഗുരുവായിട്ട് വരാം, എനിക്ക് അതിനുള്ള കഴിവുണ്ടെന്ന് തെളിയിക്കാണ്. എല്ലാവരും പറഞ്ഞു അവരുടേതായിട്ടുള്ള കഴിവ് തെളിയിക്കാൻ വേണ്ടി പല കാര്യങ്ങളും പറഞ്ഞു. അവസാനം ഇദ്ദേഹത്തിന്റെ ഊഴം വന്നപ്പോ അദ്ദേഹം കണ്ണടിച്ചിട്ട് ഭഗവാന്റെ കഥ പറയാൻ തുടങ്ങി. ഭഗവാന്റെ കഥ പറയാൻ തുടങ്ങിയപ്പോഴുള്ള ആ ഒരു മൂഡ്, ആ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടപ്പോ ബാക്കിയുള്ള എല്ലാ സ്പിരിച്വൽ മാസ്റ്റേഴ്സും പറഞ്ഞു ഹി ഈസ് ദ റൈറ്റ് പേഴ്സൺ. അദ്ദേഹം സംസാരിക്കുന്ന ഹൃദയത്തിൽ നിന്നാണ്, സോ മഹാരാജനോട് റെക്കമെൻഡ് ചെയ്തു ബാക്കിയുള്ള എല്ലാവരും, ഹി ഈസ് ദ റൈറ്റ് പേഴ്സൺ ഫോർ യു ടു ബിക്കം ദ ഗുരു. അദ്ദേഹത്തിന് കിട്ടി. അദ്ദേഹത്തിന്റെ എന്നിട്ട് അദ്ദേഹം സ്പിരിച്വൽ മാസ്റ്റർ ആയിട്ട് വിളിച്ചു. അദ്ദേഹത്തിന് ഒരു ദിവസം ഒരു കുട്ടിയെ, ഒരു ചെറിയ പെൺകുട്ടിയെ അതേപോലെ ഒരു ഗാർഡനിന്ന് കിട്ടി, അവിടെ കിടക്കുന്നു. അതായത് സീതയും മറ്റേ രാധാറാണി കിട്ടിയ പോലെ ആ കുട്ടിയാണ് പിന്നീട് 12 ആൾവാറിലെ ആണ്ടാളായിട്ട് വന്നത്. 12 ആൾവാറിലെ ആണ്ടാൾ, ഒരേ ഒരു സ്ത്രീയുള്ളൂ ആണ്ടാളായിട്ട് വന്നത്. ഒരു സ്റ്റോറി കേൾക്കണ്ടായി. അപ്പോ നമ്മളുടെ അതായത് ഭഗവത് കഥ 3 തരത്തിൽ ഭഗവത് കഥ പറയാം. ഒന്ന് ഇവിടുന്ന്, ഒന്ന് വയറ്റുന്ന്, ഒന്ന് ഹൃദയത്തിന്ന്. ഓക്കെ, തലയിൽ നമ്മുടെ ബ്രെയിൻ, ഓക്കെ, തലയിൽ നിന്ന് വരുന്നത് കംപ്ലീറ്റ് ഇന്റലക്ച്വൽസ്, നമ്മുടെ കുറെ ശ്ലോകങ്ങൾ കോട്ട് ചെയ്തിട്ടും അത് ചെയ്തിട്ടും വളരെ ജഗ്ലറി ഓഫ് വേർഡ്സും പറഞ്ഞിട്ട്, അതായത് ഇന്റലക്ച്വൽ, നമ്മൾ കൂടുതൽ നല്ല ബുദ്ധിയുണ്ട്, നമ്മുടെ കഴിവുണ്ട്, ആ വേദങ്ങളിൽ നിന്നും പുരാണങ്ങളിൽ നിന്നും ഉപനിഷത്തുകളിൽ നിന്നും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആൾക്കാരെ മെസ്മറൈസ് ചെയ്യുക ത്രൂ ജഗ്ലറി ഓഫ് വേർഡ്സ്. അതുകൊണ്ട് ഒരു പരിവർത്തനം നടക്കുന്നില്ല. ഓക്കെ, അദ്ദേഹത്തിന് കുറെ അപ്ലോഡ്സ് കിട്ടുന്നല്ലാണ്ട് ഒരാളെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്നില്ല. രണ്ടാമത് നമ്മുടെ ബെല്ലി, സ്റ്റൊമക്ക്. അതെന്താണ്? ഞാൻ ഭഗവത്ഗീത അല്ലെങ്കിൽ ഭാഗവതം അല്ലെങ്കിൽ മറ്റുള്ള സ്പിരിച്വൽ ടോപ്പിക്സ് പറയാം, എനിക്ക് 50,000 രൂപ വേണം, 1,00,000 രൂപ വേണം, 1 മണിക്കൂർ വരും. അത് 1 മണിക്കൂർ വരും. അത് കഴിഞ്ഞ് രണ്ടാമത്തെ മണിക്കൂറിന് എനിക്ക് വേറെ എക്സ്ട്രാ വേണം. ഓക്കെ, അത് നമ്മുടെ സ്റ്റൊമക്ക് വേണ്ടിയിട്ട്, നമ്മുടെ വയറിന് വേണ്ടിയിട്ട്. അദ്ദേഹത്തിന് മറ്റുള്ളവരെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുമോ, പരിവർത്തനം ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഓക്കെ, അത് പ്രൊഫഷണൽ ഭാഗവതം റിസൈറ്റേഴ്സ്, പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ. കാരണം ചിലർക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഭഗവാനെ കച്ചവടം ചെയ്യുന്നത്. നേരെ മറിച്ച് ഹൃദയത്തിൽ വരണം. എന്തെന്ന് വെച്ചാൽ അവരുടെ ഒരേ ഒരു ഇതുള്ളൂ, ഭഗവാനെ സ്തുതി ചെയ്യുക, പുകഴ്ത്തുക, ഗ്ലോറിഫൈ ചെയ്യുക, ഹരികഥ അവനവന് പറ്റുന്ന അനുസരിച്ച്. ചിലപ്പോ അവര് സംസാരിക്കുന്ന അവരെ എലോക്വന്റ് സ്പീക്കേഴ്സ് ആയിരിക്കില്ല. ഓക്കെ, അവരെ കാണാൻ ഭംഗിയുണ്ടായിരിക്കില്ല, അവരുടെ ആക്സെന്റ് ക്ലിയർ ആയിരിക്കില്ല. ജസ്റ്റ് ലൈക്ക് ഫോർ എക്സാമ്പിൾ പ്രഭുപാദർ എന്ത് കണ്ടിട്ടാണ് ഫോറിനേഴ്സ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻസം ആയിട്ടുള്ള ആൾക്കാര് എന്ത് കണ്ടിട്ടാണ് പ്രഭുപാദരെ ഫോളോവേഴ്സ് ആയത്? എന്ത് കണ്ടിട്ടാണ് ഇത്രയും പ്യൂർ ഡിവോട്ടി ആയത്? കാരണം അത് ഹൃദയത്തിൽ നിന്ന് വരുന്നതായിരുന്നു. ദാറ്റ്സ് എ ഡിഫറൻസ്. അപ്പോ അവരെ ട്രാൻസ്ഫോം ചെയ്യും, പ്യൂരിറ്റി ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റി. ഇതാണ് ഒരു എല്ലാവരും പറയുന്നത്. ചിലപ്പോ ഫോർ എക്സാമ്പിൾ ഒരുപാട് നല്ല ലാംഗ്വേജിൽ പറയുന്ന ആൾക്കാരുണ്ട്, അവർക്കൊന്നും ഡിവോട്ടി ആക്കാൻ പറ്റില്ല. ഇപ്പൊ പാട്ട് പാടുന്ന എത്രയോ നല്ല ആൾക്കാരുണ്ട്. നമ്മൾ അത് കേട്ട് ആസ്വദിക്കും. പക്ഷെ അതേ സമയത്ത് അധികം പാട്ട് പാടാൻ അറിയുന്ന ഒരു നല്ലൊരു ഡിവോഷണൽ സോങ്, ഒരു വൈഷ്ണവ സോങ് ആ ഹൃദയത്തിൽ നിന്ന് പാടുമ്പോൾ അതിന്റെ ഒരു ട്രാൻസ്ഫോർമേഷനും ഒരു പ്രൊഫഷണലായിട്ട് പാടുന്ന ആ പാട്ടിന്റെ ട്രാൻസ്ഫോർമേഷനും നമ്മളതിനെ ആലോചിച്ച് നോക്കും. അതാണ് വ്യത്യാസം. പൂന്താനം അത്ര വലിയ ഇതൊന്നുമല്ല, പക്ഷെ അദ്ദേഹത്തിന്റെ ജ്ഞാനപ്പാന കേൾക്കുമ്പോ തന്നെ നമുക്ക് എന്തൊരു അല്ലേ,
അതിനേക്കാളും നന്നായിട്ട് കോമ്പോസ് ചെയ്ത ആൾക്കാരുണ്ടായിരിക്കും ഇന്റലക്ച്വലി. പക്ഷെ അതൊന്നും നമ്മളെ ട്രാൻസ്ഫോം ചെയ്യുന്നില്ല. ഇത് ഇപ്പോഴും നമ്മുടെ ഏറ്റുപാടുന്നു. എത്ര കാലമായി ഇപ്പോഴും നമ്മുടെ ആ ജ്ഞാനപ്പാന കേൾക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. അതിന്റെ ഇൻഡെപ്ത് മീനിങ്, അർത്ഥം അല്ലെ നമുക്ക് ഉൾക്കൊണ്ട് നമുക്ക് ആഗ്രഹമുണ്ട് അതേപോലെയൊക്കെ ആവാൻ. അപ്പോൾ ദാറ്റ് ട്രാൻസ്ഫോംസ് എ പേഴ്സൺ. അതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് അനാസക്തസ്യ വിഷയാണ് അല്ലേ. അനാസക്തസ്യ വിഷയാന്ന് വെച്ചാൽ ഇന്ദ്രിയ ഭോഗങ്ങളിൽ നമുക്ക് യാതൊരു ആസക്തിയും പാടില്ല. ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഭഗവാന് വേണ്ടി ചെയ്യാനാണ് പറയുന്നത്. The word Mat Parama refers to one who considers the association of Krishna in his supreme abode to be the highest perfection of life. Mat Parama. Such a person does not wish to be elevated to the higher planets, such as the moon or sun or heavenly planets, or even the highest planet of the universe, Brahmaloka. അപ്പൊ നമ്മൾ ചെയ്യുന്ന ആ ഭഗവാൻ അതായത് ഈശ്വര കാര്യങ്ങളുടെ ആത്മീയ കാര്യങ്ങള് എന്തിനായിരിക്കണം? ഭഗവാന്റെ അടുത്തേക്ക് വരിക. അല്ലാണ്ട് ഹയർ പ്ലാനറ്ററി സിസ്റ്റം നമ്മുടെ കൂടുതൽ ഇന്ദ്രിയ ഭോഗത്തിന് വേണ്ടി ആയിരിക്കരുതെന്ന് പറയുന്നത്. അതായത് മാക്സിമം നമുക്ക് ബ്രഹ്മലോകത്തിൽ വരെ പോവാം, ഈ ഭൗതിക ലോകത്തിൽ. ഷീ ഹാസ് നോ അട്രാക്ഷൻ ഫോർ ദാറ്റ്. അതല്ല നമ്മുടെ ഉദ്ദേശം. ഹി ഈസ് ഓൺലി അട്രാക്റ്റഡ് ടു ബീങ് ട്രാൻസ്ഫർഡ് ടു ദ സ്പിരിച്വൽ സ്കൈ. ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, ആര് അന്യദേവതമാരെ പ്രാർത്ഥിക്കുന്നു അവരുടെ ലോകത്തിലേക്ക് പോകും. ആര് ഭൂതപ്രേത പിശാചികളെ പ്രാർത്ഥിക്കുന്നു അവരുടെ കൂടെ ജീവിക്കും. പിതൃക്കളെ പ്രാർത്ഥിക്കുന്നു അവരവരുടെ കൂടെ ജീവിക്കും. എന്നെ പ്രാർത്ഥിക്കുന്നു എന്റെ ധാമത്തിലേക്ക് വരുന്ന പറയുന്നു. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം, സ്പിരിച്വൽ സ്കൈ. ആൻഡ് ഈവൻ ദ സ്പിരിച്വൽ സ്കൈ ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് മെർജിങ് ഇൻ ടു ദ ഗ്ലോയിങ് ബ്രഹ്മജ്യോതി റെഫ്ലക്ഷൻസ്. ഓക്കെ, അപ്പോ ഭാഗവത്തിൽ പറയുന്നത് ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി സത്യത. അപ്പോ ബ്രഹ്മം സച്ചിദാനന്ദാണ്, സത്താണ്. ബ്രഹ്മം സത്തുള്ളൂ. ഓക്കെ, പരമാത്മ സച്ചിത്താണ്, മറ്റത് സച്ചിത് ആനന്ദം. ആ മൂന്നും കൊണ്ട് ഭഗവാന്റെ. അപ്പോ ഒരു വ്യക്തിയും ഒരു ഡിവോട്ടിയും ആ വെറും ഒരു പാർഷ്യൽ റിയലൈസേഷൻ ആഗ്രഹിക്കുന്നത്. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അവിടെ ലീലകളില്ല, സേവയില്ല. ബ്രഹ്മത്തില് ഭഗവാന്റെ ലീല നടക്കുന്നില്ല, ഭഗവാനെ സേവിക്കാനുള്ള അവസരമില്ല. ഓക്കെ, പരമാത്മാവിനുണ്ട് രൂപമുണ്ട്, അവിടെ രൂപമില്ല. ബ്രഹ്മത്തിൽ രൂപമില്ല, ലീലയില്ല, സേവയില്ല. പരമാത്മാവില് രൂപമുണ്ട്, ഓക്കെ, എറ്റേണിറ്റി ഉണ്ട്. പക്ഷെ അവിടെയും സേവയും ലീലയില്ല. ലീല ഭഗവാനിൽ മാത്രമേ. ലീല അത് മൂന്നും സച്ചിത് ആനന്ദം. അവിടെ മാത്രമാണ് ആനന്ദാംബുതി വർധനം. അതായത് ഭഗവാനെ സേവിക്കുമ്പോൾ നമ്മൾ എത്രത്തോളം സേവിക്കുന്നു അത്രത്തോളം നമ്മൾ ആനന്ദം കൂടുതൽ അനുഭവിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ആ സ്പിരിച്വൽ പ്ലാനറ്റിന് ഭഗവാനോട് കൂടി നമുക്ക് വസിക്കാനുള്ള ആ ഒരു ആഗ്രഹമായി. അല്ലാണ്ട് ഇംപേഴ്സണൽ ബ്രഹ്മജ്യോതി എഫിൾജൻസിന് മെർജ് ചെയ്യാനുള്ള ആ ഒരു ആണെങ്കിൽ അതൊരു പാർഷ്യൽ ഒരു പാർട്ട് ഒരു പോർഷനെ നമുക്ക് അവിടെ കിട്ടിയുള്ളൂ. കംപ്ലീറ്റ് ആയിട്ടുള്ള ആ സ്പിരിച്വൽ ബെനിഫിറ്റ് അവിടെ കിട്ടുന്നില്ല. ഫോർ ഹി വാണ്ട്സ് ടു എൻ്റർ ദ ഹൈ സ്പിരിച്വൽ പ്ലാനറ്റ്, namely Krishna Loka, Goloka Vrindavana. He has full knowledge of that planet and therefore he is not interested in any other. Kanchal Namkarya, that is a top post where we can enjoy more and more in relationship with Krishna. എല്ലാറ്റിനും ഉപരി ആയിട്ടുള്ളതാണ് ആ ഗോലോക വൃന്ദാവനം. As indicated by the word Mad Bhakta, he fully engages in devotional service, specifically in the 9 processes of devotion engagement: hearing, chanting, remembering, worshipping, serving the lotus feet of the Lord, offering prayers, carrying out the orders of the Lord, making friends with him, and surrendering everything to him. One can engage in all 9 devotional processes, or 8 or 7 or at least 1, and that will surely make one perfect. അപ്പൊ ആധ്യാത്മിക ലോകത്തില് ഒരുപാട് വൈകുണ്ഠങ്ങളുണ്ട്. ഓക്കെ, ഒരുപാട് വൈകുണ്ഠുണ്ട്. പല രൂപത്തിലും പല മെലോസിലും പല രസത്തിലും ഭഗവാൻ ഉണ്ട്. തന്റെ ഭക്തന്മാരായിട്ട് ഡിഫറെന്റ് രസത്തില് ഭഗവാൻ ഏർപ്പെടുന്നു അല്ലെ. അതേപോലെ ഗോലോക വൃന്ദാവനത്തിലും ഓക്കെ, ഗോലോകം ആ ഏലപോലും ഡിഫറെന്റ് റെൽംസ് ഉണ്ട്. ചില റെൽമില് ഭഗവാൻ ബേബി കൃഷ്ണനായിട്ടാണ്, ചിലതില് ഗോപാലനായിട്ട്, ചിലത് എന്താ പറയുക കൈശോര, ചിലത് യൗവനത്തിൽ. അപ്പോ എന്താണോ ഒരു ഭക്തന് അല്ലെങ്കിൽ ഒരു ഭക്തയ്ക്ക് ഭഗവാനായിട്ട് ഏത് തരത്തിലാണോ, ദാസ്യഭാവത്തിലാണോ
സഖ്യഭാവത്തിലാണോ, വാത്സല്യഭാവത്തിലാണോ, മാധുര്യഭാവത്തിലാണോ, ഏത് ഭാവത്തിലാണ് ആ ഒരു ഭക്തന് ഇടപെടാനുള്ള ഇഷ്ടം, ആ രസം, ആ എബോർഡിലായിരിക്കും ആ ഭക്തൻ. വാത്സല്യഭാവത്തിലാണെങ്കിൽ ഒരു പാരന്റൽ അഫെക്ഷൻ കൊടുക്കുന്ന, അതായത് യശോദാമയും നന്ദമഹാരാജനെയും സപ്പോർട്ട് ചെയ്യുന്ന, അവരെ സേവിക്കുന്ന ആ ഒരു എബോർഡിൽ, ആ ഒരു റെൽമിൽ പോലെ. അല്ലെങ്കിൽ മാധുര്യഭാവത്തില് ആണെങ്കിൽ ഗോപികമാരുടെ അങ്ങനത്തെ, അത് ടോപ്പ് മോസ്റ്റ്, പിന്നെ ഗോപന്മാരുടെ, അത് ഫ്രണ്ട്ലി സക്ക. അപ്പൊ അവിടെയും ഡിഫറെന്റ് ഏരിയാസ്, ഡിഫറെന്റ് റെൽംസ്. അപ്പൊ എപ്പോഴും ഭഗവാൻ ഒരു ഫോമിലല്ല. അപ്പൊ അതാണ് വ്യത്യാസം. ഭഗവാൻ നമ്മളുടെ ഇഷ്ടം, ഭഗവാനെ എങ്ങനെ നമ്മൾ കാണണം, ആ ഇഷ്ടത്തിനനുസരിച്ച് ആ സ്ഥലത്തിലേക്ക് നമ്മൾ പോകും. ഫോർ എക്സാമ്പിൾ പുഷ്ടിമാർഗ്, വല്ലഭാചാര്യ മാർഗ്, അവര് ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ഗോപാൽജി ആയിട്ടാണ്. ഒരു കവേർഡ് ബോയ്, ചെറിയ ഒരു 5 വയസ്സ് 6 വയസ്സ് 7 വയസ്സ്, അതായത് കൗമാരം കഴിഞ്ഞ് പൗകാണ്ട സ്റ്റേജിലുള്ള ആ ഏജാണ്. അപ്പൊ അവിടെ അങ്ങനത്തെ ആ ധാമിലാണ് അവർ പോവുക, ആ ഡിവോട്ടീസ്. അൾട്ടിമേറ്റ്ലി അവർക്ക് ലിബറേഷൻ കിട്ടുമ്പോൾ. അപ്പൊ ഏത് ലെവലിലാണോ, ഏത് ഭാവത്തിലാണോ, ഏത് രസത്തിലാണോ നമ്മൾ ഭഗവാനെ കാണുന്നത്, ഓഫ്കോഴ്സ് അത് കാണുന്നതിന്റെ മുമ്പ്, അങ്ങനെ ആ രസത്തിലേക്ക് പോകുന്നതിന്റെ മുമ്പ് നമ്മുടെ വൈദി സാധന ഭക്തി ചെയ്തിരിക്കണം. അപ്പൊ ആ വൈദി സാധന ഭക്തി ചെയ്തിട്ട് നമ്മൾ അതില് പെർഫെക്ഷൻ വരുമ്പോഴേനോ ഈ സ്റ്റേജിൽ സ്പോണ്ടേനിയസ് ഇത് വരുന്നുള്ളൂ. അതുവരെ നമുക്ക് ആലോചിക്കാനും കൂടി പറ്റില്ല ആ ഭാവങ്ങളൊന്നും. അതുവരെ നമുക്ക് ദാസ്യഭാവം തന്നെ ഉള്ളൂ. അപ്പൊ ആ ദാസ്യഭാവത്തിൽ നിന്ന് നമുക്ക് മീതെ പോകണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വി ഷുഡ് ഫോളോ ഇൻ ദ ഫുഡ് സ്റ്റെപ്സ് ഓഫ് ദ പ്രീവിയസ് ആചാര്യാസ്. നമ്മൾ ആ വൈദി സാധന ഭക്തി, റെഗുലേറ്റഡ് ഡിവോഷണൽ സർവീസ് വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ട് വേണം, എന്നിട്ട് അതിൽ നമ്മുടെ പെർഫെക്ഷൻ സ്റ്റേജിൽ എത്തിയാൽ മാത്രമേ നമുക്ക് ആ സ്പോണ്ടേനിയസ് ഭഗവാനായിട്ടുള്ള ആ പെർട്ടിക്കുലർ മെലോയിൽ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഏത് മെലോസിനും നമുക്ക് ഭഗവാനായിട്ട് നമ്മളുടെ ആഗ്രഹം അനുസരിച്ച് ചെയ്യാൻ പറ്റും. അതായിരിക്കും നമ്മുടെ സ്വരൂപം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് അത് അറിയാം? തീർച്ചയായിട്ടും ആ പെർഫെക്ഷൻ സ്റ്റേജ് വരുമ്പോൾ ഒന്നല്ലെങ്കിൽ ഭഗവാൻ അല്ലെങ്കിൽ ഗുരു നമുക്ക് ആ റിവീൽ ചെയ്യും, അത് വെളിപ്പെടുത്തും. അങ്ങനെയാണ് അത് ചെയ്യുന്നത്. ഐന്ദ്രപ്രഭുവിന് 2009 ശ്രീല പ്രഭുപാദയാണ് വന്നിട്ട് വെളിപ്പെടുത്തി ആരാണെന്ന് അദ്ദേഹം സ്പിരിച്വൽ വേൾഡ്. അത് അദ്ദേഹത്തിന്റെ ബുക്കിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. 2009 അദ്ദേഹത്തിന്റെ ഒരു ബുക്കിൽ അത് എഴുതിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ സ്വരൂപം എന്താണെന്ന് ശ്രീല പ്രഭുപാദ വന്ന് വെളിപ്പെടുത്തിയെന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ എന്നിട്ട് പറയുന്നുണ്ട്, പേര് പറയുന്നുണ്ട്, എന്ത് പേരാണ് അദ്ദേഹം സ്പിരിച്വൽ വേൾഡിൽ എന്താ പേര്. അദ്ദേഹം സഖിമാരുടെ കൂടെ മൃദംഗം പ്ലേ ചെയ്യുന്ന ഒരു ഡിവോട്ടിയാണ്. ആക്ടർ പേരെനിക്ക് ഓർമ്മയില്ല, പുസ്തകത്തിൽ എഴുതിയില്ലെന്ന് പറയുന്നു. ഞാൻ കേട്ടാണ്, ഒരു പ്രീച്ചിങ്ങിൽ കേട്ടതാണ്. സോ one can engage in all 9 devotional processes, or 8 or 7 or at least 1, and that will surely make one perfect. The term Sangha Varjita is very significant. One should disassociate himself from persons who are against Krishna. Not only are the atheistic persons against Krishna, but so also are those who are attracted to fruitive activities and mental speculation. Therefore, the pure form of devotional service is described in Bhakti Rasamrita Sindhu as follows. നമ്മൾ ആരോടെ ഐന്ദ്രപ്രഭുവിനെ എല്ലാവരും ഇത്രയും ഇഷ്ടപ്പെടാനുള്ള ഒരു സ്പെഷ്യാലിറ്റി എന്തായിരുന്നു അദ്ദേഹത്തിന്റെ? ശരിക്കും എടുത്തു പറയത്തക്ക ഒരു സവിശേഷത എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ നാട് അമേരിക്ക വിട്ടു വന്നിട്ട്, അമേരിക്ക തോന്നുന്നു, എന്ത് ചെയ്തറിയോ? വൃന്ദാവനം വന്ന് അത് കണ്ട് ആ ടേസ്റ്റ് കിട്ടിയപ്പോൾ ആദ്യം പോയി ചെയ്ത് യമുനയിൽ പോയിട്ട് പാസ്പോർട്ട് കീറിയിട്ട് യമുനയിലേക്ക് എറിഞ്ഞു. അല്ല, അമേരിക്കൻ പാസ്പോർട്ട്. എനിക്ക് തിരിച്ചു പോണ്ട, എനിക്ക് വൃന്ദാവനം മതി, എനിക്ക് കൃഷ്ണനും രാധയും മതി. അമേരിക്കൻ പാസ്പോർട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ, ഒരു അമേരിക്കൻ സിറ്റിസൺ ആണെന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും സ്വപ്നമാണ് ഇന്നത്തെ കാലത്ത്. ആ അമേരിക്കൻ സിറ്റിസൺ എല്ലാ ഓപ്പലൻസും വിട്ടിട്ട് ഇത്രയും ബുദ്ധിമുട്ടുള്ള, വൃന്ദാവനം പറഞ്ഞ ബുദ്ധിമുട്ടാണ്, അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടാണ്, ഇല്ലേ? അവിടുത്തെ ആൾക്കാരും അവിടുത്തെ സ്ഥലവും, ഔട്ട്വേർഡ്ലി മെറ്റീരിയൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വൃന്ദാവനം എന്ന് പറഞ്ഞാൽ അയ്യോ എന്താ അവിടെ ഗല്ലി, അവിടുത്തെ കച്ചറായി, ആൾക്കാരുടെ സ്വഭാവം, അത്. ബട്ട് ഹി ഹാസ് എ ട്രാൻസെൻഡന്റ് വിഷൻ. 24 മണിക്കൂറും പ്രഭാതര ഇത് പ്രകാരം 24 മണിക്കൂറും അഖണ്ഡ കീർത്തനം ചെയ്ത് തുടങ്ങിയതാണ്.
2000-ൽ പരം ശാലിഗ്രാം ശില അദ്ദേഹം ചെയ്തിരുന്നു, വേർഷിപ്പ് ചെയ്തിരുന്നു. ഓക്കെ, അഖണ്ഡനാമം അദ്ദേഹം അതിൽ എത്രയോ 10-14 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് പാടും. ആർക്ക് പാടാൻ പറ്റും? ഒരിക്കലും അദ്ദേഹം തിരിച്ച് 25 കൊല്ലമായിട്ട് പോയിട്ടില്ല. പിന്നെ ഒരു പ്രാവശ്യം എന്താ പറയാ, എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ എക്സലി ഓർമ്മയില്ലാതെ അദ്ദേഹത്തിന് പാസ്പോർട്ട് എടുത്തില്ല തോന്നുന്നു, ഇല്ല പോയിട്ടില്ല തോന്നുന്നു. that shows the attraction or his dedication for Krishna. മരിക്കുന്ന സമയത്തും ഭഗവാന്റെ പൂജ ചെയ്തുകൊണ്ടിരുന്ന പൊസിഷനിലല്ലായിരുന്നു. അതെ, ആ പൊസിഷൻ കാല് പിടിച്ചിട്ട്. സോ ദാറ്റ് അദ്ദേഹത്തിന്റെ കാര്യം എന്നൊക്കെ പറഞ്ഞാൽ കേൾക്കുക എന്ന് പറഞ്ഞാൽ ഡിവോട്ടീസിന് കേൾക്കണം. അമരേന്ദ്ര പ്രഭുവിന്റെയും പിന്നെ 2-3 ഡിവോട്ടീസിനെ ഞാൻ കേൾക്കണ്ടായി. അപ്പോഴേ ഓരോരുത്തരും ആ ശരിക്കുള്ളത് അറിയുള്ളൂ. അതായത് ഇത്രയും റിയലൈസേഷൻ അവർക്ക്, ഇത്രയും റിയലൈസേഷൻ. ഈ തന്നെ പറയുന്നത് 2009 അദ്ദേഹം ഈ സ്റ്റോപ്പ് ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ്. എന്താ പറഞ്ഞ, എനിക്ക് എന്റെ സ്വരൂപം ഇത്രയും കാലമായിട്ട് ഞാൻ എനിക്ക് എന്റെ സ്വരൂപം മനസ്സിലാക്കിയില്ലെങ്കിൽ എനിക്ക് കഴിക്കണ്ട, എനിക്ക് ഭക്ഷണം വേണ്ട, എനിക്ക് വെള്ളം കുടിക്കണ്ട. കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തു 2009. എന്നിട്ട് അദ്ദേഹത്തിന്റെ അപ്പൊ ഡിവോട്ടീസ് വന്ന് പറഞ്ഞു, ഹൈന്ദർ പ്രഭു ഓപ്പൺ ദ ഡോർ, കഴിക്കാൻ ഇങ്ങനെ ഫാസ്റ്റ് ചെയ്യാൻ പാടില്ല, നിങ്ങൾ ഹെൽത്തിനെ ബാധിക്കും. അദ്ദേഹം വാല് പറഞ്ഞിട്ട് ഡോണ്ട് കം ഇൻ ബിറ്റ്വീൻ മീ ആൻഡ് കൃഷ്ണ പറഞ്ഞ ഒറ്റ ഡോർ ആൻഡ് ക്ലോസ് ചെയ്തു. ഓക്കെ, എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു അറിയോ? ഞാൻ യമുനയിലേക്ക് പോവാണ്, യമുനയിലേക്ക് പോയിട്ട് കുളിച്ച് വന്നിട്ട് വരുമ്പോഴേക്കും എനിക്ക് അതായത് എന്റെ സ്വരൂപം എനിക്ക് മനസ്സിലാക്കി തന്നിട്ടില്ലെങ്കിൽ ഈ ശാലിഗ്രാമം മുഴുവൻ ഇത് കെട്ടിട്ട് ഞാൻ യമുനയിൽ പോയിട്ട് മുങ്ങുന്ന പറഞ്ഞത്. ഐ എം ഗോയിങ് ടു ലീവ് മൈ ബോഡി. സോ ദാറ്റ് ഇസ് ദ ഡിറ്റർമിനേഷൻ. അപ്പൊ വന്നു അദ്ദേഹത്തിന് പ്രഭുപാദ വന്നിട്ട് അദ്ദേഹത്തിന് അതിന്റെ ഒരു ഇത് കൊടുത്തു എന്ന് പറയുന്നത്. ഹു ഹി സീൻ ദ സ്പിരിച്വൽ, ആ സ്വരൂപം. ദാറ്റ് ഇസ് ദ ഡിറ്റർമിനേഷൻ, ദാറ്റ് ഇസ് ദ പ്യൂരിറ്റി ഓഫ് ദ ഡിവോട്ടി. അപ്പൊ ആ ലെവലിൽ ആൾക്കാർക്ക് പറ്റുന്നത് കണ്ടാൽ അദ്ദേഹത്തിന് വേറെ യാതൊരു ചിന്തയില്ല. ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യുക, ഒരു പൊസിഷനും ഇല്ല അദ്ദേഹത്തിന്. നോ പൊസിഷൻ, നത്തിങ്. എനിക്ക് അത് വേണം ഇത് വേണം, യാതൊരു ആഗ്രഹമില്ല. ടോട്ടലി ഡിറ്റാച്ച്ഡ്. അപ്പൊ ആ സ്റ്റേജിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി തോന്നും, അപ്പോ ഒന്നല്ലെങ്കിൽ ഗുരു അല്ലെങ്കിൽ ഭഗവാൻ സ്വയം വന്നിട്ട് ഇതെല്ലാം വെളിപ്പെടുത്തും. അപ്പൊ അദ്ദേഹത്തിന്റെ ഇത് പറഞ്ഞാൽ ഭയങ്കര ഇതാണ്. ഞങ്ങൾക്ക് അറിയില്ല, അന്ന് ഹൈന്ദരപ്രഭുവിന്റെ അത് അറിയില്ല. പക്ഷെ ഞങ്ങളുടെ വൃന്ദാവനം പോയ സമയത്ത് ആദ്യത്തെ രണ്ടാമത്തെ സമയം രണ്ടാമത്തെ സമയം അദ്ദേഹത്തിന്റെ കീർത്തനത്തിൽ പങ്കെടുക്കാൻ പറ്റിയിരുന്നു വൃന്ദാവനിൽ വെച്ച്. എന്താ പ്രാവശ്യം പറ്റിയിട്ടുണ്ട്, 2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. എന്നിട്ട് ആ ഇത് കേട്ടിട്ട് ഞങ്ങള് വൃന്ദാവൻ മെലോസ് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ CD മേടിക്കണ്ടായില്ല അവിടുന്ന്. അന്ന് CD ഭയങ്കര ഡിവോട്ടിന്റെ ആയിരുന്നു. അതല്ല എല്ലാവരും ഇപ്പോഴും പുകഴ്ത്തുന്ന അദ്ദേഹം കാണിച്ചാൽ അത്രയും ഇതാണ്. ഓക്കെ, ഇവിടെ നമ്മൾ നിർത്തിയത് അന്യാഭിലാഷിത ശൂന്യം ജ്ഞാന കർമാദി അനാവൃതം ആനുകൂല്യേന കൃഷ്ണാനുശീലനം ഭക്തിവൃതമ. ഇത് ഭക്തിരസാമര സിന്ധുവില് നമ്മുടെ രൂപ ഗോസ്വാമി പറയുന്നത്. In this verse, Srila Rupa Goswami clearly states that if anyone wants to execute unalloyed devotional service, he must be freed from all kinds of material contamination. But unalloyed devotional service ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മെറ്റീരിയൽ ആയിട്ടുള്ള യാതൊരു ആഗ്രഹങ്ങളും പാടില്ല. He must be freed from the association of persons who are addicted to fruitive activities. അങ്ങനത്തെ അസത്സംഗം നമ്മൾ ത്യജിക്കണം. And mental speculation. ജ്ഞാന കർമ്മ ആദി എന്ന് പറയണം. ജ്ഞാന കർമ്മ എക്സെട്ര. ജ്ഞാന കർമാദി അനാവൃതം. അപ്പോൾ when freed from such unwanted association and from the contamination of material desires, one favorably cultivates knowledge of Krishna. That's called pure devotional service. Anukulasya sankalpa pratikulasya varjanam. Anukulasya sankalpa pratikulasya varjanam. അതാണ് ഹരിഭക്തി വിലാസത്തിൽ ഉള്ളത്. One should
think of Krishna and act for Krishna favorably. And whatever is favorable, we should accept. Whatever is unfavorable for Krishna consciousness, we should reject. Okay. Unfavorably, not unfavorably. One should think of Krishna and act for Krishna favorably, not unfavorably. Kamsa was an enemy of Krishna's. From the very beginning of Krishna's birth, Kamsa planned in so many ways to kill him. And because he was always unsuccessful, he was always thinking of Krishna. Thus, while working, while eating, and while sleeping, he was always Krishna conscious in every aspect. But that Krishna consciousness was not favorable. And therefore, in spite of his always thinking of Krishna 24 hours a day, he was considered a demon. And Krishna at last killed him. Even Kamsa and Ravana, God conscious ആയിരുന്നു കാരണം unfavorable ആണ്. Okay, favorable way അല്ല. പക്ഷെ നമ്മുടെ devotees will be favorable. Of course, anyone who is killed by Krishna attains salvation immediately, but that is not the aim of pure devotee. അങ്ങനെ നമ്മൾ unfavorable ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഭഗവാന്റെ കൈകൊണ്ട് നമുക്ക് മരണം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കംസനോ അല്ലെങ്കിൽ രാവണനെ പോയിട്ടുള്ള ആ സ്റ്റാൻഡേർഡിലുള്ള ഒരു ഡെമണായിരിക്കണം. ചെറിയ ഡെമണായിട്ട് കാര്യമില്ല. ആ ലെവലിലെ ഡെമണാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, ആ സ്റ്റാൻഡേർഡിലെ ഡെമണായാൽ അപ്പോഴും ഭഗവാൻ നമുക്ക് നേരിട്ട് ഭഗവാനെ കാണാൻ പറ്റും. ഭഗവാന്റെ കൈ കൊണ്ട് നമ്മുടെ മരണം, അപ്പോഴും നമുക്ക് സാൽവേഷൻ കിട്ടും. പക്ഷെ ഈ എന്താ നമ്മൾ മലയാളത്തിൽ പറയാ ഫീക്കിലിയോ ഡെമണായിട്ട് കാര്യമില്ല. Okay. So the pure devotee does not even want salvation. He does not want to be transformed even to the highest planet, Golak Vrindavana. His only objective is to serve Krishna wherever he may be. A devotee of Krishna is friendly to everyone. Therefore, it is said here that he has no enemy, nirvaira. Okay. How is this? A devotee situated in Krishna consciousness knows that only devotional service to Krishna can relieve a person from all the problems of life. He has personal experience of this, and therefore he wants to introduce this system, Krishna consciousness, into human society. There are many examples in history of devotees of the Lord who risk their lives for the spreading of God consciousness. The favorite examples of Lord Jesus Christ was crucified by the non-devotees, but he sacrificed his life for spreading God consciousness. Devotee എന്ന് പറഞ്ഞാൽ എല്ലാം റോസി ആയിരിക്കണം നിർബന്ധമില്ല. They also have to undergo a lot of miseries, even while spreading Krishna consciousness. അപ്പൊ അതിന്റെ ഒരു ഉദാഹരണം നമ്മുടെ ജീസസ് ക്രൈസ്റ്റ്, പിന്നെ കൊടുക്കുന്നത് ഹരിദാസ് ഠാക്കൂർ, പ്രഹ്ലാദ് മഹാരാജ്. Okay. Of course, it would be superficial to understand that he was killed. Similarly, in India also there are many examples such as Thakur Haridasa and Prahlad Maharaj. Why such risk? Because they wanted to spread Krishna consciousness, and it is difficult. A Krishna conscious person knows that if a man is suffering, it is due to his forgetfulness of his eternal relationship with Krishna. Therefore, the highest benefit one can render to human society is relieving one's neighbor from all material problems. In such a way, a pure devotee is engaged in the service of the Lord. Now we can imagine how merciful Krishna is to those engaged in his service, risking everything for him. Therefore, it is certain that such person must reach supreme planet after leaving his body. In summary, the universal form of Krishna, which is a temporary manifestation, again, Prabhupada emphasized the Pariyana, universal form of Krishna, which is a temporary manifestation. It is not an eternal form of the Lord. And the form of time which devours everything, and even the form of Vishnu four-handed, have all been exhibited by Krishna. Thus, Krishna is the origin. Appa Virat form, Virat Rupam, Narayana, Vishnu's four-handed form, Narayana exhibited Avasanam, two-handed form. So, Krishna is inclusive of all these forms. Finally, he became Krishna, the two-handed form. Thus, Krishna is the original of all these manifestations. It is not that Krishna is a manifestation of the original Vishwarupa, okay, or Vishnu. Krishna is the origin of all forms. There are hundreds and thousands of Vishnus.
But for a devotee, no form of Krishna is important, but the original form, two-handed Shyamasundara. In the Brahma Samhita, it is stated that those who are attached to the Shyamasundara form of Krishna in love and devotion can see him always within the heart and cannot see anything else. One should understand, therefore, that the purport of this 11th chapter is that the form of Krishna is essential and supreme. Thus end the Bhaktivedanta purports to the 11th chapter of Srimad Bhagavad Gita in the matter of the universal form. 11th chapter. Next 12th chapter, a beautiful chapter on devotional service in the ending on the caption. Okay, beautiful. This is a chapter on 20 ശ്ലോകം 15-ലും 12-ലും 20 ശ്ലോകമുണ്ട്. 5-ാമത്തെ അധ്യായത്തിലും 12-ാമത്തെ അധ്യായത്തിലും 20 ശ്ലോകങ്ങൾ ആണുള്ളത്. നല്ലൊരു ശ്ലോകം. ഇതിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഡിവോഷൻ സർവീസിന് എന്താണ് ദ ബെസ്റ്റ് മോഡ് ഓഫ് ഡിവോഷൻ സർവീസ്, ആരെ പ്രാർത്ഥിക്കണം എന്ന് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഹരേ കൃഷ്ണ. അപ്പൊ ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അടുത്ത ആഴ്ച 12th ചാപ്റ്റർ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. വാഞ്ചാകൽപതരുദ്ദേശ കൃപാസിന്ധുഭ്യവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമഃ. अनंत कोटि वैष्णव की जय, श्री प्रभुपाद की जय, गुरु महाराज की जय, गो प्रेमानंदी.